വളരെ കാലം മുമ്പ് നദികളുടെ തീരത്ത് ധ്യാനിച്ചിരുന്ന ഋഷിമാരും രാജാക്കന്മാരും നക്ഷത്രങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു ജയിൽ മുറിയിൽ ഒരു കൊച്ചുകുട്ടി ജനിച്ചു. അവന്റെ ചർമ്മം സൂര്യനെ പോലെ സ്വർണ്ണ നിറത്തിൽ തിളങ്ങിയില്ല, ചന്ദ്രപ്രകാശം പോലെ സുന്ദരവുമല്ല, പക്ഷേ ആഴമേറിയതും മോഹിപ്പിക്കുന്നതുമായ നീല. അതെ, ആ കുട്ടി കൃഷ്ണനായിരുന്നു. അന്നു മുതൽ ലോകം ചോദിച്ചു, എന്തുകൊണ്ടാണ് കൃഷ്ണൻ നീലയായിരിക്കുന്നത്? ആ നിറം എന്താണ് അർത്ഥമാക്കുന്നത്? ഗോകുലത്തിലെ അവന്റെ ബാല്യകാലത്തിനപ്പുറം നിറങ്ങൾ വെറും കാണപ്പെടാത്തതും അവ അനുഭവപ്പെട്ടതുമായ ഒരു ലോകത്തേക്ക് നമുക്ക് തിരികെ പോകാം. സൃഷ്ടിക്ക് മുമ്പ് വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു വലിയ ഇരുണ്ട സമുദ്രം. അനന്തൻ എന്ന സർപ്പത്തിൽ ഉറങ്ങുന്ന ഭഗവാൻ വിഷ്ണു അതിൽ പൊങ്ങിക്കിടക്കുകയായിരുന്നു. അവന്റെ നാഭിയിൽ നിന്ന് ഒരു താമര വിരിഞ്ഞു. ആ താമരയിൽ നിന്ന് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ബ്രഹ്മാവ് വന്നു. ആ സമുദ്രത്തെ ക്ഷീരസാഗരം, പാൽക്കടൽ എന്ന് വിളിച്ചിരുന്നു. അതിന്റെ നിറം കടും നീലയായിരുന്നു, നമുക്ക് മുകളിലുള്ള ആകാശം പോലെ, കടലിന്റെ ആഴം പോലെ. നീല അനന്തതയുടെ, അജ്ഞാതത്തിന്റെ, ശാശ്വതത്തിന്റെ നിറമായി മാറി. വിഷ്ണുവിന്റെ അവതാരമായ കൃഷ്ണൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ തന്റെ ചർമ്മത്തിൽ തന്നെ ആ സമുദ്രത്തിന്റെ നിറം വഹിച്ചു. ഗോകുലത്തിൽ ഗ്രാമത്തിലെ സ്ത്രീകൾ പലപ്പോഴും കുഞ്ഞൻ കൃഷ്ണനെ തുറച്ചു നോക്കുമായിരുന്നു. അവന്റെ തൊലി കറുത്തതല്ലായിരുന്നു, തവിട്ടു നിറവുമല്ലായിരുന്നു. മഴയ്ക്ക് മുമ്പുള്ള കൊടുങ്കാറ്റ് മേഘം പോലെയായിരുന്നു അത്. ശ്യാമവർണ്ണൻ, ഇരുണ്ട നീല കലർന്ന നിറം. ഒരു ദിവസം ഒരു കൗതുകമുള്ള ആൺകുട്ടി അവന്റെ അമ്മയോട് ചോദിച്ചു, ഞാൻ എന്തുകൊണ്ട് കൃഷ്ണനെ പോലെ നീലയല്ല? ഞാൻ അതേ പാൽ കുടിച്ചില്ലേ? ദൈവം എന്നെ നിറം നൽകാൻ മറന്നോ? അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു, കൃഷ്ണൻ ഈ ലോകത്താൽ നിറമുള്ളവനല്ല, അവൻ പ്രപഞ്ചത്തിന്റെ നിറം സ്വയം വഹിക്കുന്നു. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് ഒരു കഥ കൂടിയുണ്ട്. കാളിയൻ എന്ന സർപ്പം യമുന നദിയിൽ വിഷം കലർത്തിയപ്പോൾ ആരും അതിനടുത്ത് പോകാൻ ധൈര്യപ്പെട്ടില്ല. മരങ്ങൾ ഉണങ്ങിപ്പോയി, പക്ഷികൾ ആകാശത്ത് നിന്ന് വീണു. എന്നാൽ കൊച്ചു കൃഷ്ണൻ വെള്ളത്തിലേക്ക് നടന്നു. മഹാസർപ്പത്തിന്റെ പല പുതപ്പുകളിലും നിന്ന് നൃത്തം ചെയ്തു. കാളിയന്റെ വിഷം അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ കൃഷ്ണൻ അത് ആഗിരണം ചെയ്തു. എന്നിട്ടും അതിന് അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ കഴിഞ്ഞില്ല. വിഷം അദ്ദേഹത്തിന്റെ ഇതിനകം ഇരുണ്ട ചർമ്മത്തിന് ഒരാഴത്തിലുള്ള നിറം നൽകി. അതിനുള്ളിലെ നിത്യനീലയെ മുദ്രകുത്തി എന്ന് പറയപ്പെടുന്നു. സത്യത്തിൽ കൃഷ്ണൻ വെറും ഒരു ഭൗതിക ജീവി അല്ലായിരുന്നു, അദ്ദേഹം ഒരു പ്രപഞ്ച വികാരമായിരുന്നു. അദ്ദേഹത്തിന്റെ നിറം പ്രതിനിധീകരിക്കുന്നത് നിശ്ചലമായ ആകാശം പോലെ ശാന്തത, അനന്തമായ സമുദ്രം പോലെ ആഴം, പ്രപഞ്ചം പോലെ നിഗൂഢത, അതിരുകളില്ലാത്ത കാരുണ്യം. അഗ്നി ചുവപ്പും ജലം വെളുത്തതും പോലെ ദിവ്യത്വം നീലയാണ്. ആധുനിക ശാസ്ത്രം പോലും നമ്മോട് പറയുന്നു, നീല വെളിച്ചം മറ്റു നിറങ്ങളെക്കാൾ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നുവെന്ന്. അതാണ് കൃഷ്ണൻ, അസ്തിത്വത്തിന്റെ ഏറ്റവും വിദൂര കോണിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിലെത്തുന്ന ദിവ്യം. ദൈവമേ, എനിക്ക് എങ്ങനെ നിന്നെ പോലെ ആകാൻ കഴിയുമെന്ന ഭക്തരുടെ ചോദ്യത്തിന് കൃഷ്ണൻ മറുപടി പറഞ്ഞു, ആകാശം പോലെ ആകുക, സമുദ്രം പോലെ ആകുക, അപ്പോൾ നിങ്ങൾ പോലും നീലയായി മാറും. ചർമ്മം കൊണ്ടല്ല, ആത്മാവ് കൊണ്ടാണ്. അപ്പോൾ കൃഷ്ണന്റെ കൃത്യമായ നിറം എന്താണ്? ഒരു പെയിന്റിംഗ് ബോക്സിൽ നിങ്ങൾക്കത് കണ്ടെത്താൻ കഴിയില്ല. മനുഷ്യ വാക്കുകൾക്ക് കൊണ്ട് നിങ്ങൾക്കതിനെ നേരിടാൻ കഴിയില്ല. അത് സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും ശാശ്വതത്തിന്റെയും നിറമാണ്. പ്രപഞ്ചത്തെ ഒന്നിച്ചു നിർത്തുന്നത് നീലയാണ്.